വനാതിർത്തിയോട് ചേർന്നുള്ള മറ്റത്തങ്കടവിലാണ്. യെസ് മാം. ഒന്ന് വരാമോ? ഒരു മിനിറ്റ്. എന്താ മാം? എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യരുത്. എന്തു പറ്റി? നമ്മുടെ ഇടയിൽ ഒരു കൊലയാളിയുണ്ട്. ഇത് അയാളുടെ പണിയാണോന്ന സംശയം. ബോഡി കണ്ടെത്തിയ വിവരം പുറത്തു വന്ന കൊലയാളി അലർട്ടാവും, രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാ മാം. അത് നിങ്ങൾ സഹകരിക്കണം. ഒരാഴ്ചത്തേക്ക് മതി, അത് കഴിഞ്ഞ് ന്യൂസ് പുറത്തു വിട്ടോളൂ. പറഞ്ഞത് മാഡ് ആയതുകൊണ്ട് ചെയ്യാം. താങ്ക് യു, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പാക്കപ്പ്. ഹലോ ഡോക്ടർ, ആ ബോഡി ഐഡന്റിഫൈ ചെയ്തോ? യെസ്, അത് കാണാതായ കിരൺ തന്നെ. ഡോക്ടർ, റിപ്പോർട്ട് എപ്പോൾ തരും? പ്രിലിമിനറി റിപ്പോർട്ട് വേഗം തരാം. ഫൈനൽ റിപ്പോർട്ട് കുറച്ച് ദിവസം എടുക്കും. ചാക്കിനുള്ളിൽ നിന്ന് ഒരു കത്തി കിട്ടിയോ? യെസ്. ഒരു കറുത്ത പിടിയുള്ള കത്തിയാണോ? അതെ. കത്തിയുടെ കൂടെ രക്തം പുരണ്ട ഒരു തുണി ഉണ്ടായിരുന്നോ? ഉണ്ട്, കട്ടിയുള്ള ഒരു ടവൽ. ചാക്കിനുള്ളിൽ നിന്നൊരു ലാപ്ടോപ്പ് കിട്ടിയോ? ഇല്ലല്ലോ. താങ്ക് യു ഡോക്ടർ. കണ്ടോ, കാണാതെ പോയ ലാപ്ടോപ്പ് അയാളുടെ വീട്ടിലില്ല, ഓഫീസിലില്ല, ബോഡിയുടെ കൂടെയുമില്ല. വേറൊരു സാധനം മോഷണം പോയിട്ടുമില്ല. അതിനൊറ്റ വിശദീകരണമേ ഉള്ളൂ, ലാപ്ടോപ്പ് കൊണ്ടുപോയത് ആ കൊലയാളി തന്നെയാണ്. കൊല നടക്കാൻ കാരണമായ എന്തെങ്കിലും വിവരം ആ ലാപ്ടോപ്പിലുണ്ടാവും, തീർച്ച. ഒരാൾക്കും അയാൾ അറിയാതെ ഇത്ര വലിയ ശത്രു ഉണ്ടാവില്ല. നമുക്ക് ആ വഴിക്ക് തന്നെ അന്വേഷിക്കാം. കിരണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ, ഇതുവരെ വിളിച്ചിട്ടില്ല. അയാളുടെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ? ഇല്ല, എപ്പോ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫാ. അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിലില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതു മനുഷ്യനും ഉണ്ടാവില്ലേ ഒരു ശത്രു? ഞാൻ ഇവിടെ വെച്ച് മാത്രമേ അദ്ദേഹത്തെ കാണാറുള്ളൂ. ഇവിടെ വരുന്ന എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റം. സ്ത്രീകളോടും വളരെ ഫ്രണ്ട്ലി ആയിരുന്നോ? അതെ മാഡം. അതിലാരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു അടുപ്പം ഉണ്ടായിരുന്നോ? അതറിയില്ല, പക്ഷെ എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അതെന്താ? കാണാൻ നല്ല ഹാൻസമാ, പിന്നെ നല്ല പെരുമാറ്റം. ഇവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഫോൺ നമ്പറും അഡ്രസ്സും ഇല്ലേ? ഉണ്ട് മാഡം. അതിന്റെ ഒരു കോപ്പി വേണമല്ലോ. തരാം. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് സംശയകരമായ രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. സംശയകരമായ ഒരു ഫോൺ കോൾ? ഇല്ല സർ. ഇവിടെ സാധാരണ വന്നുകൊണ്ടിരുന്ന ആരെങ്കിലും ഇപ്പോൾ വരാതിരിക്കുന്നുണ്ടോ? ഇല്ല സർ, എല്ലാവരും തന്നെ വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അറിയിക്കണം. അറിയിക്കാം സർ. കേട്ടെടുത്തോളം ഇയാൾക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. അതിലേതെങ്കിലും ഒരു ബന്ധം അതിരുവിട്ടതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവോ സഹോദരനോ അച്ഛനോ ആയിരിക്കും ഈ കൊല നടത്തിയത്. കിരണിന്റെ ഫോൺ റെക്കോർഡ്സ് പരിശോധിച്ചു. സാറ് പറഞ്ഞത് ശരിയാണ്, വിളി കൂടുതലും സ്ത്രീകളുമായിട്ടാണ്. അവർ തിരിച്ചും വിളിക്കാറുണ്ട്, പക്ഷെ അതിലൊരു നമ്പർ മാത്രം ഡിഫറെൻ്റ് ആണ്. ആ നമ്പറിൽ നിന്ന് ആദ്യത്തെ കോൾ വരുന്നത് കിരൺ കാണാതാവുന്നതിന് ഒരാഴ്ച മുമ്പാണ്. കിരൺ തിരിച്ചും വിളിച്ചിട്ടുണ്ട്. അതൊന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, കുന്തം പോയ കുടത്തിലും തിരയണം. ആ നമ്പർ ട്രേസ് ചെയ്തോ? അതൊരു ശ്രുതി ജോൺ സാമുവൽ, നമ്മുടെ സാമുവൽ ഗ്രൂപ്പിന്റെ ഓണറിന്റെ മോള്. എന്ന് വെച്ചാൽ ഡോക്ടർ അരുണിന്റെ ഭാര്യ? അത് തന്നെ. ഡോക്ടറിന്റെ ഭാര്യയ്ക്ക് ഇയാളുമായിട്ട് എന്താ ഇടപാട്? നമുക്കത് അവരോട് തന്നെ ചോദിക്കാം. ശ്രുതി സാമുവൽ? അതെ. ഞാൻ മീര മോഹൻദാസ്, ASP. ഇത് SP നന്ദകുമാർ. ഹലോ സർ. ഞങ്ങൾക്ക് ഭർത്താവിനെ അറിയാം, ഇദ്ദേഹത്തിന് ശ്രുതിയുടെ ഫാദറിനെ. ഞങ്ങൾ വന്നത് ഒരു വിവരം അറിയാനാ. ഒരു കിരണിനെ അറിയോ? ഒരു ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന? ആ, അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാ. ഈ അടുത്തെങ്ങാനും നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? ഒരു ദിവസം ടൗണിൽ വെച്ച് കണ്ടിരുന്നു. എന്നായിരുന്നു അത്? ഒരു 2 ആഴ്ചക്ക് മുന്നേ. എവിടെ വെച്ച്? സെന്റ് മേരീസ് സ്കൂളിന്റെ അടുത്ത് വെച്ച്. എത്ര മണിക്ക്? രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോ. പിന്നീട് അയാളെ ഫോണിൽ വിളിച്ചോ? ഇല്ല. പ്ലീസ് കം. ആദ്യം നിങ്ങൾ അയാളെ വിളിക്കുകയായിരുന്നോ അതോ അയാൾ നിങ്ങളെ വിളിക്കുകയായിരുന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. എന്താണ് സംസാരിച്ചത്? കോളേജിലെ പഴയ കാര്യങ്ങളൊക്കെ. എത്ര തവണ വിളിച്ചു? കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു 5-6 പ്രാവശ്യം. ഏറ്റവും ഒടുവിൽ എന്നാ സംസാരിച്ചു? അതാ ഫോണിൽ നോക്കി അറിയാലോ. വേണ്ട, 13-ാം തീയതി ബുധനാഴ്ച. ആ സമയത്ത് അയാൾ എവിടെയെങ്കിലും പോകുന്നതായി പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ സർ? കഴിഞ്ഞ 18-ാം തീയതിക്ക് ശേഷം അയാളെ കാണാനില്ല. ഹീസ് മിസ്സിംഗ്. നിങ്ങൾ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നറിയാനാ ഞങ്ങൾ വന്നത്. നോ സർ. അയാൾ ഇനി വിളിച്ചാ
ഞങ്ങളെ അറിയിക്കണം. ആ അറിയിക്കും സർ. നിങ്ങൾ അയാളെ കണ്ട കാര്യം നിങ്ങളുടെ ഭർത്താവിന് അറിയോ? നോ. അതെന്താ പറയാഞ്ഞേ? ഒരു ക്ലാസ്മേറ്റിനോട് സംസാരിച്ചത് പ്രത്യേകിച്ച് എന്ത് പറയാനാ? സൗഹൃദത്തിൽ കൂടുതലായ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ടായിരുന്നോ? ഇല്ല സർ. ഈ കിരണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? നോ. ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. എന്തു തോന്നുന്നു? ശ്രുതി പറഞ്ഞതൊക്കെ സത്യമായിട്ടാ എനിക്ക് തോന്നിയേ. എനിക്കും അങ്ങനെയാ തോന്നിയത്. പക്ഷെ അവളുടെ മുഖത്ത് വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. അത് ഞാനും ശ്രദ്ധിച്ചു. 2 പോലീസുകാർ അന്വേഷിച്ച് എന്നാൽ ആരായാലും പരിഭ്രമിക്കില്ലേ? എന്നാലും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആര് പറയുന്നതും കണ്ണടച്ച് വിശ്വസിക്കരുത്. ശ്രുതി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. റോണിഷയല്ലേ? അതെ. ഞാനാ വിളിച്ചേ. ഓ ഇരിക്കൂ. നോ താങ്ക്സ്. ഇത് ഫിനാൻസ് കമ്പനിയല്ലേ? അതെ, ഞാനിവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാ. ഗുഡ്. ഞാൻ മീര മോഹൻദാസ്, ASP. ഇദ്ദേഹം SP നന്ദകുമാർ. ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞില്ലല്ലോ പോലീസാണെന്ന്. പേടിക്കണ്ട, ഞങ്ങൾ വന്ന ഒരു വിവരം അറിയാനാ. നിങ്ങളൊരു ക്ലാസ്മേറ്റ് ഇല്ലേ, ഒരു കിരൺ? ഓ, കഴിഞ്ഞ 2 ആഴ്ച അയാളെ കാണാനില്ല. നിങ്ങൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും അറിയാമോന്ന് അറിയാനാ ഞങ്ങൾ വന്നേ. കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഞാനവനെ കണ്ടിട്ടില്ല. അവൻ ആളെങ്ങനെയാ? അവൻ കോളേജിൽ സ്റ്റാർ ആയിരുന്നു, വെരി ഹാൻസം. പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അയാൾക്കപ്പോൾ ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ? ഉണ്ടായിരുന്നു, പക്ഷെ ഞാനോ കൂട്ടത്തില്ല കേട്ടോ. അതെന്താ? അയാളുടെ പെരുമാറ്റം നല്ലതാണേലും സ്വഭാവം നന്നായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാ? ആരോടും ആത്മാർത്ഥതയില്ല. അടുക്കുന്നവരെല്ലാം ഏതെങ്കിലും രീതിയിൽ മുതലെടുക്കും. ഏതോ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് അയാൾ നാട് വിട്ടെന്ന് കേട്ടല്ലോ. അതിനുള്ള സെൻസിറ്റിവിറ്റി എന്തായാലും അവനില്ല. അയാൾക്ക് അടുപ്പമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, ഒരു ശ്രുതി സാമുവൽ? അവളോട് ഭയങ്കര സിൻസിയർ ആയിരുന്നില്ലേ? ഞങ്ങൾ അങ്ങനെയാ കേട്ടത്. അങ്ങനെയാ ശ്രുതിയും വിചാരിച്ചേ. പക്ഷെ അവസാനം അവൾക്ക് കാര്യം മനസ്സിലായി. അന്നേരം അവള് വഴക്കിട്ട് പിരിഞ്ഞേ. എന്തായിരുന്നു കാരണം? അതറിയില്ല. സ്റ്റഡി ലീവിന്റെ സമയത്തായിരുന്നു അത്. അതുവരെ വലിയ അടുപ്പമായിരുന്നു. അവര് ശരിക്കും ലവേഴ്സ് ആയിരുന്നു. കോളേജിൽ എല്ലാവർക്കും അറിയുന്ന കാര്യാ. ഈ ശ്രുതി ആളെങ്ങനെയാ? അവള് നല്ല കുട്ടിയാ. എന്ത് വലിയ പണക്കാരന്റെ മോളാ. അതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. അതേ പിന്നെ നിങ്ങൾ ശ്രുതിയോട് സംസാരിച്ചിട്ടില്ല? പിന്നെ എക്സാം അല്ലായിരുന്നോ? കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ അവളൊരു ഡോക്ടറിനെ കല്യാണം കഴിച്ചു. കല്യാണത്തിന് പോയിരുന്നോ? ഓ. കല്യാണത്തിന് കിരൺ വന്നിരുന്നോ? ഇല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അവനെ മാത്രം കല്യാണത്തിന് വിളിക്കാതിരുന്നേ. അവന്റെ പേര് കേൾക്കുന്നത് പോലും അവൾക്ക് വെറുപ്പായിരുന്നു. ശരി, കിരണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും. ശരി.